ആദ്യനിര കോവിഡ് കണക്കുകളിലേക്ക് സംസ്ഥാനത്ത് ഇന്ന് 5378 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് രീതിയിലാണ് ഇന്നത്തെ കണക്കിനെ കാണേണ്ടത്? എങ്ങനെയാണ് ഹോട്ട്സ്പോട്ടുകൾ നില? ഒപ്പം കോവിഡ് മരണവും ഏത് രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന്? അപർണ, ഇന്നലത്തേന് സമാനമായ രോഗവ്യാപനമാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെക്കുറെ അങ്ങനെയാണ്. 5378 പേർക്കാണ് ഇത് സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5970 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. 55,996 സാമ്പിൾ പരിശോധനകളാണ് നടന്നത്. അത് കണക്ക് കൂട്ടുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.60 ഇന്നലെയും ഇതിന് ഏറെക്കുറെ സമാനമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ഇന്നലെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗികൾ. ഇന്നത്തെ കണക്ക് പ്രകാരം 719, കോഴിക്കോട് 686, തൃശ്ശൂരിൽ 573, എറണാകുളത്ത് 472, തിരുവനന്തപുരത്ത് 457, കോട്ടയത്ത് 425, കൊല്ലത്ത് 397, പാലക്കാട് 376, ആലപ്പുഴയിൽ 347, ഇടുക്കിയിൽ 256, കണ്ണൂർ 226, പത്തനംതിട്ടയിൽ 207, വയനാട് 151, കാസർഗോഡ് 86 എന്നിങ്ങനെയാണ് വിവിധ ജില്ലകളിൽ രോഗം ബാധിച്ചവരുടെ കണക്ക്. 27 മരണങ്ങൾ കോവിഡ് മൂലമാണ് എന്ന് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് 50 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വ്യക്തമാവും. ഇന്ന് 5378 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5970 പേർക്ക് ഇന്ന് കോവിഡ് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ടി.ജി. സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.